പക്ഷെ നമ്മൾ സംസാരിക്കുന്ന പൊളിറ്റിക്സ് എന്ന് പറയുന്നത് മനുഷ്യനോട് എങ്ങനെ സംസാരിക്കണം, മനുഷ്യനോട് എങ്ങനെയൊക്കെ വേദന ഇല്ലാണ്ട് സംസാരിക്കണം, അല്ലെങ്കിൽ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എങ്ങനെയൊക്കെ പറയരുത് എന്നുള്ളതൊക്കെയാണ് നമ്മുടെ പൊളിറ്റിക്സിൽ. ഇപ്പം നമ്മുടെ ഈ ഒരു ജനറേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ഒരാൾ പറയുണ്ടായി, നമ്മുടെ ജനറേഷൻ ഭയങ്കര കൂളാണ്, നമുക്ക് പൊളിറ്റിക്സ് ഒന്നുമില്ല, രാഷ്ട്രീയമില്ല, നമ്മൾ അത്രയും കൂളായിട്ടിരിക്കുന്ന ഒരു ജനറേഷനാണെന്നുള്ളത്. പക്ഷേ മറുവശത്ത് ഏറ്റവും ഐതിഹാസികമായിട്ടുള്ള സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ പുതിയ തലമുറ തന്നെയാണ്. അങ്ങനെ ഒരു വൈരുദ്ധ്യം നിലനിൽക്കുന്നുണ്ട്. അതായത് ഇവിടെ രാഷ്ട്രീയവാദം അല്ലെങ്കിൽ ഇതൊന്നും എൻ്റെ കാര്യമല്ല, ഇതൊന്നും എൻ്റെ കാര്യമാവേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് അത് വാദിക്കുമ്പോൾ ലിബറലായിട്ടിരിക്കാനായിട്ട് പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കും. ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സമരങ്ങളാണ്, ഭരണകൂട ഭീകരതയ്ക്കെതിരായിട്ടുള്ള സമരങ്ങൾ, നമ്മുടെ സമൂഹത്തിൽ വരുന്ന പ്രതികൂലമായിട്ടുള്ള മാറ്റങ്ങൾക്കെതിരായിട്ടുള്ള സമരങ്ങൾ, അങ്ങനെ സമരങ്ങൾ ഏറ്റെടുത്തു പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പം ഈ തലമുറയിൽ തന്നെ ഇപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു ജനറേഷൻ ആണെങ്കിലും അതിലും പല ഘട്ടങ്ങൾ ഉണ്ടാവുകയാണ്. അപ്പം ഈ വൈരുദ്ധ്യത്തെ എങ്ങനെയാണ് ഒരു എഴുത്തുകാരൻ എന്നുള്ള രീതിയിൽ നോക്കി കാണുന്നത്? സമരങ്ങൾ എല്ലാ കാലത്തും ഉണ്ടാവുന്നതാണ്, അതൊരു പ്രതിരോധം കൂടിയാണ്. ഇന്നത്തെ ഒരു നമ്മുടെ ഒരു ഭരണകൂട ഫാസിസ്റ്റ് ഭരണത്തെയൊക്കെ അല്ലെങ്കിൽ ആ ഭരണകൂടത്തെയൊക്കെ എപ്പോഴും എതിർത്ത് നിൽക്കാനും അതിനെതിരെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ശക്തമായിട്ട് വിളിച്ചു പറയാനുള്ള ഒരു മാർഗമാണ് സമരം എന്ന് പറയുന്നത്. അത് നമ്മുടെ പണ്ട് മുതലേ എല്ലാവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടും അനീതികൾക്കെതിരെയും ഒക്കെ ഒരു മാർഗമായിട്ട് കണ്ടിട്ടുള്ള സമരങ്ങൾ തന്നെയാണ്. പിന്നെ ഈ രാഷ്ട്രീയവാദം എന്നൊക്കെ പറയുന്നത് എനിക്ക് തോന്നുന്നു എല്ലാ തരത്തിലുള്ള ടൈപ്പ് ഓഫ് പീപ്പിൾ ആയതുകൊണ്ട് ഞാൻ പൊളിറ്റിക്സ് പറയുകയാണെങ്കിൽ ഞാൻ ചിലപ്പോൾ ഒരു കോമൺ ആയിട്ടുള്ള ഒരു കാര്യം പറയാം. അത് ഞാൻ ഭയങ്കരമായിട്ട് ഒരു വേദിയിൽ ഇരുന്നുകൊണ്ട് പൊളിറ്റിക്സ് പറഞ്ഞുകൊണ്ട് ഞാൻ വേറൊരു സ്ഥലത്ത് പോയിട്ട് പൊളിറ്റിക്കൽ അല്ലാത്തൊരു സാധനത്തെ ഭയങ്കരമായിട്ട് ആഘോഷിക്കുന്നുണ്ടെങ്കിൽ അത് ജെന്യുവിനായിട്ടുള്ള ഒരു രാഷ്ട്രീയ കാര്യമല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ എല്ലാ ഇടങ്ങളിലും ഒരേപോലെ പൊളിറ്റിക്സ് പറയുന്ന ആ ജെന്യുവിനിറ്റി ഉണ്ടല്ലോ, അതിൽ നിന്നുണ്ടാവുന്ന ഒരു കാര്യം ആണ് കുറച്ചും കൂടി നമ്മൾ ആർജിക്കേണ്ടത് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഞാനൊരു വിദ്യാർത്ഥിയായിരിക്കെ നമ്മളെപ്പോഴും നമ്മുടെ ഒരു പ്രതിരോധം എപ്പോഴും നമ്മുടെ ക്ലാസ്സിലായാലും, ഇപ്പം ഞാൻ 2 വർഷം ഒരു കോളേജിൽ പഠിപ്പിച്ചൊരു അധ്യാപകൻ എന്ന നിലയിൽ എൻ്റെ വിദ്യാർത്ഥികളോട് ഞാൻ എപ്പോഴും പറയുന്നത്, നിങ്ങളെപ്പോഴും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേ ഇരിക്കണം എന്നുള്ള. അധ്യാപകർ മാത്രമല്ല നമ്മളോട് ചോദ്യം ചോദിക്കണ്ടേ, നിങ്ങളെപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കണം. ഇന്നത്തെ ഒരു കാലത്ത് അല്ലെങ്കിൽ ക്ലാസ് മുറികളും എവിടെ ആയിക്കൊള്ളട്ടെ, നിങ്ങൾ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേ ഇരിക്കും, ഉത്തരങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ്. ഉത്തരങ്ങൾ കണ്ടെത്തുക എന്ന് പറയുന്നതും കൂടിയാണ് ചോദ്യങ്ങളുടെ ഒരു സാധനം. അപ്പം അവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ ഞാനൊരു മലപ്പുറംകാരനാണ്, ഒരു മഞ്ചേരിക്കാരനാണ്. അപ്പം അവിടെ എന്നൊക്കെ പറയുന്ന കുറച്ചും കൂടിയും എന്താ പറയുക, പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് അവിടെ കോൺഗ്രസും എന്താ പറയുക CPIM ഇതൊക്കെയാണ് ഞങ്ങളുടെ പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ സംസാരിക്കുന്ന പൊളിറ്റിക്സ് എന്ന് പറയുന്നത് മനുഷ്യനോട് എങ്ങനെ സംസാരിക്കണം, മനുഷ്യനോട് എങ്ങനെയൊക്കെ വേദന ഇല്ലാണ്ട് സംസാരിക്കണം, അല്ലെങ്കിൽ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എങ്ങനെയൊക്കെ പറയരുത് എന്നുള്ളതൊക്കെയാണ് നമ്മുടെ പൊളിറ്റിക്സിൽ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. അപ്പം ഈ ക്ലാസ് എടുക്കുന്ന ഇടയിൽ ഞാൻ പൊളിറ്റിക്സിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അവർക്ക് പറയാനുള്ളതും ഞാൻ ലീഗാണ്, ഞാൻ മാർക്സിസ്റ്റാണ്, അത്തരത്തിലുള്ള സംഭവങ്ങളാണ്. അതിൽ നിന്ന് മാറാനുള്ള ഒരു സാധനം നമ്മൾ നേടിയെടുക്കണം എന്നുള്ളതാണ്. ഇപ്പം ഒരുപാട് സമരങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്, ഒരുപാട് മനുഷ്യർ രക്തസാക്ഷികളായിട്ടുണ്ട്, ഒരുപാട് മനുഷ്യർ മരിച്ചിട്ടുണ്ട്, പല സമരങ്ങളും എവിടെയും എഴുതാതെ പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എഴുത്തുകാരൻ എന്ന നിലയിൽ അപ്പുറത്തേക്ക് മനുഷ്യൻ എന്ന നിലയിൽ എപ്പോഴും നിങ്ങൾ സമരങ്ങളാവുമ്പോൾ രസമായിരിക്കും. ബഹുസ്വരമായിട്ടുള്ളൊരു ലോകത്തെയും ബഹുസ്വരമായിട്ടുള്ള ഒരു ജനാധിപത്യമായിട്ടുള്ള ഒരു ലോകത്തെ നമുക്ക് കിട്ടുമ്പം എല്ലാ മനുഷ്യരും ഒന്നായി കാണുമ്പോൾ, എല്ലാവർക്കും ഒരുപോലെ അവകാശങ്ങൾ കിട്ടുമ്പോൾ, അല്ലെങ്കിൽ കുറച്ച് പേർക്ക് ആ നീതി നിഷേധം ഉണ്ടാവുമ്പോഴൊക്കെ നമുക്ക് സമരങ്ങൾ ഭയങ്കരമാണ്. അതേപോലത്തുള്ള പൊളിറ്റിക്കലായിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ കുറച്ചും കൂടിയും ആർജിക്കേണ്ടതായിട്ട് ഉണ്ട് എന്നുള്ളതാണ്. ഞാൻ അതിൻ്റെ കൂടെ തന്നെ പറയേണ്ട ഒരു കാര്യം, ഇപ്പം നിമ്ന പറയുന്ന കാര്യത്തിൽ ഞാൻ ഭയങ്കര കൗതുകത്തോടെ കേട്ടോ നിമ്നയെ കേട്ടുകൊണ്ടിരുന്നത്. ഞാൻ ഇതുവരെയായിട്ട് നിമ്നയെ കണ്ടിട്ടില്ല. ഞങ്ങൾ പല ചർച്ചകളിലും ഞങ്ങൾക്ക് ഇതാക്കണം, ഇവിടെ കുറേ എഴുതുന്ന മനുഷ്യരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പല ചർച്ചകളിലും ഈ പോപ്പുലർ സാഹിത്യത്തെക്കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ സീരിയസ് ആയിട്ട് വായിക്കുന്ന, കുറച്ചുകൂടി വിജയനൊക്കെ വായിക്കുന്ന, ആനന്ദിനെയൊക്കെ വായിക്കുന്ന
അല്ലെങ്കിൽ കാഫ്ക പോലുള്ള അങ്ങനെ കുറേ മാർക്കസ് പോലുള്ള കുറേ എഴുത്തുകാരൊക്കെ നമ്മൾ വായിക്കുന്ന ഇടയിൽ കുറച്ചും കൂടി അല്ലേ ഐ മീൻ സിമ്പിളായിട്ടുള്ള ലാംഗ്വേജിൽ നമുക്ക് ഇപ്പോൾ ഇവിടെ പറഞ്ഞു, ഞാൻ ഒന്നിനെതിരല്ല സംസാരിച്ചത്, മനുഷ്യരുടെ സ്നേഹത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഞാൻ എൻ്റെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, മീൻ ഏതെങ്കിലും ഒരു സെക്ഷനിൽ നിമ്നെ ഒന്ന് കേൾക്കണമെന്ന് ആഗ്രഹം. പക്ഷെ എൻ്റെ അടുത്ത് ഇരുന്നുകൊണ്ട് നിമ്ന പറയുമ്പോൾ എനിക്കത് ഭയങ്കര കൗതുകമായിട്ട് തോന്നിയിട്ടുണ്ടെന്നുള്ള. അപ്പം നിമ്ന എന്നോട് പറഞ്ഞൊരു കാര്യം, അതായത് ഞാൻ എന്ത് എഴുതുകയാണെങ്കിലും ഞാൻ അതിന് പൈസ വാങ്ങും എന്നുള്ളതാണ്. ഇന്നത്തെ ഒരു എഴുത്തുകാരൻ ഏറ്റവും കൂടുതൽ നേരിടുന്നൊരു പ്രശ്നം എന്ന് പറയുന്നത് അതിൻ്റെ, അതായത് നമ്മളൊരു ആക്ടർ അല്ലെങ്കിൽ സിനിമയിൽ അഭിനയിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ മറ്റു മേഖലയിലുള്ള ആൾക്കാർക്കൊക്കെ ഗസ്റ്റായിട്ട് വിളിക്കുമ്പോൾ അവർക്ക് ഒരുപാട് നല്ല എമൗണ്ട് കൊടുക്കുന്നുണ്ട്. പക്ഷെ ഒരു എഴുത്തുകാരനെ വിളിക്കുമ്പോൾ എന്തുകൊണ്ട് കുറച്ച് പൈസ കൊടുക്കുന്നു? അപ്പം എഴുത്തുകാരും എഴുതുന്നത് ഒരു അധ്വാനത്തിൻ്റെ ഒരു കാര്യം ആണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം നിമ്നയുടെ സംസാരത്തിൽ ഭയങ്കര രസമൊക്കെ തോന്നി. ഐ മീൻ ഈ ആകാശവും നക്ഷത്രവും മനുഷ്യരും സ്നേഹവും ഒക്കെ ഉള്ളൊരു ഭയങ്കര ഐ മീൻ നമുക്ക് എന്താ പറയുക, സ്ട്രെയിൻ ചെയ്യാണ്ട് നമുക്ക് വായിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. പക്ഷെ ഞാൻ എൻ്റെ ഒരു വായനയുടെ ആസ്വാദന തലത്തിൽ ഒരിക്കലും നിമ്നയില്ല. ഞാൻ നിമ്നെ ഐ മീൻ അടുത്തിരുത്തിയിട്ട് തന്നെയാണ് പറയുന്നത്. പക്ഷേ നിമ്നയുടെ ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് ഞാൻ വായിച്ചതാണ്, അതെനിക്ക് ഇഷ്ടപ്പെട്ടതാണ്. പക്ഷേ എൻ്റെ വായനയുടെ വഴികൾ വേറെയാണെന്നുള്ളതാണ്. പക്ഷേ നിമ്നയെ വായിക്കുന്ന എത്ര മനുഷ്യരുണ്ട് എന്നുള്ളതാണ് നമുക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട്. അപ്പോൾ വേണമെങ്കിൽ അല്ലേ നമുക്കൊക്കെ കുറച്ച് പൈസ വേണമെങ്കിൽ അല്ലെങ്കിൽ അതിനെക്കാട്ടിലും വേറെ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ നമുക്ക് എന്ത് തരത്തിലുള്ള പുസ്തകങ്ങളും എഴുതാം എന്നുള്ളതാണ്. പക്ഷേ നിമ്ന ആ പുസ്തകത്തിൽ തന്നെ അത് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഉറപ്പിക്കുന്നുണ്ട്. ഇത് ഞാൻ കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത്. ഈ കസാരയിൽ ഇരിക്കുന്നത് നിങ്ങൾ എത്ര തന്നെ കുറ്റം പറഞ്ഞാലും എത്ര തന്നെ നിങ്ങൾക്ക് എന്നോട് വെറുപ്പ് കാണിച്ചാലും ഞാനിവിടെ ഇരിക്കാൻ കാരണം ഞാൻ എഴുതിയ പുസ്തകം കാരണമാണ്. അപ്പം ഞങ്ങളങ്ങനെ ചർച്ച ചെയ്യാറുണ്ട് ഏത് തരത്തിലുള്ള. അപ്പോൾ ഈ പൊളിറ്റിക്കലായിട്ടുള്ള ഇപ്പം എഴുത്തുകാരൻ എന്ന നിലയിൽ ഞങ്ങളുടെ ഒരു കൂട്ടത്തിൽ എഴുതുന്ന മനുഷ്യരുടെ കൂട്ടത്തിൽ ഞങ്ങൾ പൊളിറ്റിക്കലായിട്ട് അല്ലെങ്കിൽ പൊളിറ്റിക്സ് നമ്മുടെ രാജ്യത്ത് നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളും അവിടെ കഥ, കവിത, നോവൽ മാത്രമല്ലാണ്ട് മനുഷ്യരുടെ പ്രശ്നങ്ങൾ, ഇവിടുത്തെ കലാപങ്ങളും ഇവിടുത്തെ ഭരണത്തെക്കുറിച്ചും എല്ലാം ചർച്ച ചെയ്യുന്ന കൂട്ടങ്ങൾ നമുക്കിടയിലുണ്ട് എന്നുള്ളത് ഭയങ്കര യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് ന്യൂ ജനറേഷൻ അടിപൊളിയാണ് എന്ന് പറയുന്നത്. അതായത് ഞാൻ ഇവിടെ വന്നിരിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നില്ല ഇല്ലേ നമുക്കൊരു കവി എന്നൊക്കെ പറയുമ്പോൾ എന്താ പറയുക, ഒരു മുണ്ടെടുക്കണം, ഒരു എന്താ പറയുക വൃത്തികേടായിരിക്കണം അല്ലേ, അങ്ങനെ കുളിക്കാത്ത രീതിയിൽ ഒരു സഞ്ചി വേണം എന്നൊക്കെ പറയുന്ന ഒരു സംഭവമാണ്. പക്ഷെ നമുക്ക് എന്താ പറയുക, ട്രെൻഡ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ട, എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഭയങ്കര രസമുള്ള ഭംഗിയുള്ള പൂക്കളൊക്കെ ഉള്ള ഷർട്ടുകൾ ഇടാനാണ്. അതേപോലെ നല്ലപോലെ അണിഞ്ഞൊരുങ്ങാനൊക്കെ ഇഷ്ടമുള്ള ഒരു മനുഷ്യനെയാണ്. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു ലോകത്തിരുന്ന് എഴുതുക എന്ന് പറയുന്നത് മറ്റൊരു രസം പിടിച്ചൊരു പരിപാടിയാണ്. അപ്പം പൊളിറ്റിക്കലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വേണം എന്നുള്ളത് തന്നെയാണ്. അതിനോടൊപ്പം തന്നെ നിങ്ങൾ കുറച്ചുകൂടി സീരിയസ് ആയിട്ടുള്ള വായനകളിലേക്കും നമ്മളെല്ലാവരും കടക്കണം എന്നുള്ളതാണ്.